ഹലോ നമസ്കാരമുണ്ട്. സ്ക്രിബിൾഡ് ബെഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു അടിപൊളി ചെറുപയർ പരിപ്പ് പായസം എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഇന്ന് നമുക്ക് നോക്കാം. തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഒരു പായസമാണിത്. തേങ്ങാപ്പാൽ ചേർത്തുള്ള പായസം എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഒരു മടി കാണാറുണ്ട്. കാരണം അത് കുറച്ച് സമയം എടുക്കുന്നൊരു പരിപാടിയാണല്ലോ. അതിനൊരു കാര്യം ചെയ്താൽ മതി. ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു 3 ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ സമയമുള്ളപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് പായസം ഉണ്ടാക്കിയാലും മതി. പക്ഷേ ഫ്രഷായിട്ട് ഉണ്ടാക്കി ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് 3 വലിയ തേങ്ങയാണ്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ചെറുപയർ പരിപ്പൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1/2 കിലോ ചെറുപയർ പരിപ്പുണ്ട്. കടയിൽ നിന്ന് ഇതുപോലെ തന്നെ റെഡിമെയ്ഡായിട്ട് വാങ്ങിയാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു മണവും രുചിയൊക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈ റോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ ഒരു അടികട്ടിയുള്ളൊരു പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതിനാണ് ഡ്രൈ റോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ അത് എത്ര വരെ ചൂടാക്കണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു കളറ് മാറി ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ നമ്മളിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇത് നല്ല കളറെല്ലാം മാറി നമുക്ക് വേണ്ട പരുവത്തിലായിട്ടുണ്ട്. ഞാനിത് വറുത്തെടുത്ത ശേഷം തണുക്കാൻ വേണ്ടി ഒരു ന്യൂസ് പേപ്പറിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്കോ ഏതെങ്കിലും ഒരു പരന്ന പ്രതലത്തിലേക്ക് മാറ്റി ഇത് തണുപ്പിച്ചെടുക്കാം. തണുത്ത ശേഷം ഈ ചെറുപയർ പരിപ്പ് നന്നായി 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു കുക്കറിൽ 2 മുതൽ 3 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കണം. വേവിക്കാൻ വെക്കുമ്പോൾ പരിപ്പിൻ്റെ ലെവലിനേക്കാളും 2 ഇഞ്ച് ഉയരത്തിൽ വെള്ളം വയ്ക്കാൻ ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വെക്കുമ്പോൾ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ചില സമയത്ത് 3 വിസിൽ വരെ വേണ്ടി വന്നേക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, 2 വിസിൽ വെച്ച് വേവിച്ച ശേഷം നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ എക്സ്ട്രാ ഒരു വിസിലും കൂടി വെച്ചാൽ മതി. ഇനി ചെയ്യേണ്ടത് ഒരു 3/4 കിലോ ശർക്കര. 3/4 കിലോ എന്ന് പറയുമ്പോൾ 750 ഗ്രാം ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർത്ത ശേഷം ഒരു അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ശർക്കര മുഴുവനായി അലിഞ്ഞ ശേഷം അത് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ച് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം, അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ പരിപ്പ് വേവിച്ചപ്പോൾ എനിക്ക് 2 വിസിലേ വേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും വെന്ത് കിട്ടി. വെള്ളം മുഴുവൻ വറ്റി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ തണുത്ത ശർക്കര പാനി ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഈ ശർക്കര പാനി ഏകദേശം ഒരു 2 കപ്പോളം കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് 250 ml ആണ്. അപ്പോൾ മൊത്തം 500 ml ശർക്കര പാനിയാണുള്ളത്. ശർക്കരയിലെ കല്ലും പൊടികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിച്ചൊഴിക്കുന്നത്. തീ മീഡിയം ഒരു ഫ്ലെയിം ആക്കി വെച്ച ശേഷം ഇത് ഈ പരിപ്പും ഈ ശർക്കര പാനിയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കൈവിടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അടി പിടിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറി പായസത്തിൻ്റെ ടേസ്റ്റ് എല്ലാണ്ടായി പോവും. അതുകൊണ്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് ഈ ശർക്കര പാനി ഇതിൽ നന്നായിട്ട് കുറുകി വരണം. അപ്പോഴാണ് ഈ പായസത്തിന് നല്ല രുചി കിട്ടുക. ഇതാ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നവരെ നന്നായിട്ട് ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തായി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച 3-ാം പാലില്ലേ, അതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഇത് തയ്യാറാക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ 3 തേങ്ങയില്ലേ, അത് നന്നായിട്ട് ചിരവുക. എന്നിട്ട് അതിൽ ഒരല്പം വെള്ളം കുടഞ്ഞ ശേഷം അത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പാല് പിഴിഞ്ഞെടുക്കുക. അത് ആ കിട്ടുന്ന പാല് നല്ല കട്ടിയുള്ള പാലായിരിക്കും. അതിനാണ് 1-ാം പാലെന്ന് പറയുക. 1-ാം പാല് മാറ്റി വെച്ച ശേഷം ആ ബാക്കി വരുന്ന തേങ്ങയുടെ ചണ്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1-1.5 കപ്പ് വെള്ളം, സാധാരണ വെള്ളമല്ലേ, കുറച്ചായിട്ട് ചേർത്തിട്ട് പാല് പിഴിഞ്ഞെടുക്കുക. ആ പാൽ ഒരു 2 കപ്പോളം വരുമ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ ആ പാലിനാണ് നമ്മൾ 2-ാം പാലെന്ന് പറയുന്നത്. അതും മാറ്റി വെക്കുക. അതിനുശേഷം വീണ്ടും ആ ബാക്കി വരുന്ന ചണ്ടിയിലേക്ക് ഒരു 2-2.5 കപ്പോളം വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലവണ്ണം പിഴിഞ്ഞെടുക്കുക. അപ്പോൾ വളരെ കട്ടി കുറഞ്ഞ ഒരു പാൽ നമുക്ക് കിട്ടും. അതിനാണ് 3-ാം പാലെന്ന് പറയുക. അത് ഏകദേശം ഒരു 3 കപ്പോളം വേണം. ഈ 3 പാലും തയ്യാറാക്കി വെച്ച ശേഷം വേണം നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങുക. ഇല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വെറുതെ വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. തീ ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന
ഏകദേശം ഒരു 3 കപ്പോളുള്ള മൂന്നാം പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കിയെടുത്തത്. അത് കുറുകി വന്ന ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്നത് രണ്ടാം പാലാണ്. ഇത് ഏകദേശം ഒരു 2 കപ്പോളം ഉള്ള രണ്ടാം പാലുണ്ട്. ഇതും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായിട്ട് കുറുകി വന്ന ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കാൻ പോകുന്നത്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഏകദേശം 1 കപ്പോളുള്ള ഒന്നാം പാലാണ്. നല്ല കട്ടിപ്പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ചേർത്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം നമ്മളിത് ചേർക്കേണ്ടതാണ്. ഇത് ഒന്നാം പാലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊരു പിരിഞ്ഞ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം നമ്മളിത് നന്നായിട്ട് യോജിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ എന്താ ഭംഗിയില്ലേ? ആ ബ്രൗൺ കളറിൽ ആ കട്ടിപ്പാൽ നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ട്. നല്ലൊരു ടെക്സ്ചർ, നല്ലൊരു കളറും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനോട് യോജിപ്പിക്കുക. ഇത് തിള വരാതെ സൂക്ഷിക്കണം. ഇതൊന്ന് ചൂടായിട്ട് വരുന്നവരെ നന്നായിട്ട് നമ്മളിത് ഇളക്കി യോജിപ്പിക്കണം. വല്ലാതെ കുറുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ചെറുപയർ പരിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് തന്നാൽ തന്നെ കുറച്ച് കുറുകി വരും. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു ലൂസായ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ആ ഒരു അളവിലിത് കുറുകി കിട്ടും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നല്ല കുറച്ച് കുറുകിയ പായസം ഉണ്ടാക്കാറ്. ഇതാ കണ്ടില്ല, ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് തീ ഓഫ് ചെയ്യാൻ പോകുന്നത്. ചില ആളുകൾക്ക് നല്ല ലൂസായ പായസമായിരിക്കും ഇഷ്ടം. അപ്പോൾ ഈ ഒരു അളവ് വരെ നമ്മൾ കുറുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 ഇടത്തര ഏലക്കായ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ കൂടെ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ അവസാനം നമ്മൾ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തീയെല്ലാം ഓഫ് ചെയ്ത് വെച്ച ഒരു പായസം ഉണ്ടല്ലോ, അതിലേക്ക് എന്ത് ചെയ്യണം, ഈ പൊടിച്ച് പഞ്ചസാരയും ഏലക്കായയും കൂടി പൊടിച്ച ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു ഞങ്ങളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന കൺസിസ്റ്റൻസി. ഇതാ ഈ ഒരു അളവിലാണ്, കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാന ഘട്ട ഒരു മിനുക്കോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അടികട്ടിയുള്ള പാത്രത്തിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്കൊരു 8-10 അണ്ടിപ്പരിപ്പ്. അത് നിങ്ങളിഷ്ടമാണ്. ചിലർക്ക് ഒരുപാട് ചേർക്കാൻ ഇഷ്ടമുണ്ടാവും. ഒരുപാട് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 8-10 അണ്ടിപ്പരിപ്പും ഒരു 10-15ഓളം കിസ്മിസ് എടുത്തിട്ടുണ്ട്. കിസ്മിസ് എന്ന് പറയുമ്പോൾ ഉണക്കമുന്തിരില്ലേ, അത്. തീ മീഡിയം ഫ്ലെയിമിലിടാൻ മറന്നു പോകരുത്. ഇത് രണ്ടും ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ചില ആളുകൾക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാൻ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ്. തേങ്ങാക്കൊത്ത് എന്ത് ചെയ്യുക വെച്ചാൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഈ നെയ്യിൽ വറുക്കുന്നില്ലേ, അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വറുത്തിട്ട് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ രുചി കൂടും. ചില ആളുകൾക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ളൊരു പായസമാണിത്. ഇതാ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും. ഇത് വളരെ രുചികരമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണിത്. നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത ശേഷം എനിക്ക് ഇതിൻ്റെ അഭിപ്രായം ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും വേണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്